ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. നമ്മളിന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായമാണ്. 22-ാം അധ്യായത്തിൽ തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ യഹോവയായ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞപ്പോൾ മടി കൂടാതെ അതിനുവേണ്ടി അബ്രാഹാം ഇസ്ഹാക്കിനെ കൊണ്ട് പോയതും ദൈവം അത്ഭുതകരമായി അവിടെ വിടുതൽ നൽകിയതും അങ്ങനെ അബ്രാഹാം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതുമായ സംഭവം നമ്മൾ വായിച്ചു. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായ അബ്രാഹാമിന് അധികം താമസിയാതെ തൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാട് അനുഭവിക്കേണ്ടി വരുന്നു. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആയതുപോലെ തന്നെ നിരാശയുടെയും ഒക്കെ അനുഭവങ്ങൾ സ്വാഭാവികമായിട്ടും വരും. ആ നിരാശയുടെ ദുഃഖങ്ങളുടെ അനുഭവത്തെ വരുമ്പോൾ പ്രത്യാശ കൊണ്ടാണ് അതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നത്. സാറ ഇവിടെ മരിക്കുമ്പോൾ 127 വയസ്സ് പ്രായമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ പ്രായം അവൾ ജനിച്ച ആ വർഷം കണക്കാക്കുമ്പോൾ ഏകദേശം 37 വയസ്സ് ഇസ്ഹാക്കിന് പ്രായമായി. അപ്പോൾ ആ സമയത്താണ് സാറായുടെ മരണം ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ നമുക്കറിയാമല്ലോ, ഹിത്യരാണ് അവിടെ താമസിക്കുന്നത്. കനാൻ ദേശം യഹോവയായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തെങ്കിലും അത് പൂർണ്ണമായി അവർക്ക് അന്ന് ലഭിച്ചിട്ടില്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥര് ഫെലിസ്ത്യർ അഥവാ ഹിത്യരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാം അവരുടെ അടുത്ത് ചെന്ന് സ്ഥലം ചോദിക്കേണ്ടി വരുന്നത്. ആ സ്ഥലം ചോദിച്ചു വാങ്ങുമ്പോൾ അവർ അവിടെയുള്ള ഹിത്യർ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഇതാണ്: നീ ഞങ്ങളുടെ ഇടയിലെ ഒരു പ്രഭുവാണ്, ധാരാളം സമ്പത്തും മറ്റെല്ലാ രീതിയിലുമുള്ളതായ അനുഗ്രഹം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ ഹിത്യരുമായി അബ്രഹാമിനുണ്ടായിരുന്ന വലിയൊരു സ്നേഹബന്ധമുണ്ട്. ആ ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ സ്ഥലം നിനക്ക് ഫ്രീ ആയിട്ട് തരാം, ദാനമായിട്ട് തരാം, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൻ്റെ ജീവിത പങ്കാളിയെ നീ അടക്കിക്കൊള്ളുക. പക്ഷേ അബ്രഹാം ഒരിക്കലും അതിന് തയ്യാറല്ല. കാരണം തൻ്റെ ജീവിതം തന്നോടൊപ്പം പങ്കുവെച്ച ജീവിത പങ്കാളിയെ ദാനം ലഭിച്ചതായ സ്ഥലത്തടക്കുവാൻ അബ്രഹാം തയ്യാറല്ല. ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി തൻ്റേതാക്കി അവിടെയാണ് അബ്രഹാം തൻ്റെ ജീവിത പങ്കാളിയെ സംസ്കരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം ഇസ്രായേൽ ജനം 1400 വർഷം അടിമത്തത്തിൽ പോവുകയും അതിനുശേഷം അവർ വീണ്ടും അവിടെ മടങ്ങി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഗോത്രപിതാക്കന്മാരെ അടക്കം ചെയ്ത സ്ഥലം അവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. 25-ാം ഉൽപ്പത്തി പുസ്തകം നമ്മൾ മുന്നോട് 25-ാം അധ്യായം 9-ാം വാക്യത്തിൽ അബ്രഹാം വാർദ്ധക്യം ചെന്ന് അബ്രഹാം മരിക്കുമ്പോൾ ഇസ്മായിലും ഇസ്ഹാക്കും കൂടി അബ്രഹാമിനെ ഇതേ സ്ഥലത്ത് അടക്കം ചെയ്ത് നമ്മൾ വായിക്കും. 49-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഇസ്ഹാക്കിനെ അവിടെ ഇതേ സ്ഥലത്ത് അടക്കം ചെയ്ത് നമ്മൾ കാണും. 50-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ യാക്കോബിനെയും അവിടെ അടക്കം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ദൈവികമായ ഒരു വെളിപാടോ അല്ലെങ്കിൽ ഒരു ഇതോ ഉണ്ടായതുകൊണ്ടാവാം അദ്ദേഹം ഇതേ സ്ഥലം വിലയ്ക്ക് വാങ്ങി ഈ ഭൂമിയിൽ അവർക്കെന്നും ഒരു ശ്മശാനമായി ഉപയോഗിക്കത്തക്കവണ്ണം അവിടെ ആ സ്ഥലത്ത് സാറയെ ഇവിടെ അടക്കം ചെയ്യുന്നത്. അപ്പോൾ ജാതികളുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധം അന്ന് അബ്രഹാമിനെ കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് നാം പാർക്കുന്ന സ്ഥലത്തെ ആളുകളുമായി ഏത് ജാതിയിൽപ്പെട്ടവരായെങ്കിലും മാനുഷികമായൊരു ബന്ധം അവരുമായിട്ട് നമുക്കുണ്ട്. എന്നാൽ ഇന്ന് വർഗീയ വിദ്വേഷമുണ്ടാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വരുന്നത് കൊണ്ട് മാനുഷിക ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് ആരുമായിട്ട് കോംപ്രമൈസ് ഇല്ല, അനുരഞ്ജനമില്ല.
കാരണം വിശ്വാസം ദൈവവും നമ്മളുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. അതോടെ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ നാളുകളിലും ഒരിക്കൽ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം കർത്താവ് തന്നെ അനുഗമിക്കുന്ന ആ ജനസമൂഹത്തോട് ശിഷ്യന്മാരോടും പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും നിങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല. ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അതുവരെ കർത്താവിനെ അനുഗമിച്ച അനേകർക്കും ഒരു ഇടർച്ചയുണ്ടായി. കാരണം മനുഷ്യ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നുള്ളത് നരഭോജികളാണല്ലോ. അപ്പം അങ്ങനെയൊരു രീതി അവരുടെ ഇടയിലില്ല. ഇവരെന്താണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ഏറെ അസ്വസ്ഥരാകുകയും അന്ന് കർത്താവിനെ അനുഗമിച്ച അനേകം ആളുകൾ കർത്താവിനെ വിട്ടുപോയതായി 6-ാം അധ്യായത്തിൻ്റെ 60 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും പോകാം. കാരണം ഞാൻ പറഞ്ഞതിന് മാറ്റമില്ല. അത് അടിസ്ഥാനപരമായ കാര്യമാണ്. കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ അത് അനുഭവിക്കാതെ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. ആ കാര്യത്തിലൊരു കോംപ്രമൈസ് കർത്താവിനില്ല. എന്നാൽ യഹൂദന്മാർ വന്ന് തലവലി ചോദിച്ചതായ സമയത്ത് അവരുമായിട്ട് അവർക്കൊരു ഇടർച്ച ഉണ്ടാകാതെ കർത്താവിന് കൊടുക്കേണ്ട കാര്യമില്ല എങ്കിലും, കാരണം തൻ്റെ പിതാവിൻ്റേതാണ് ഈ ഭൂമി, അപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല എങ്കിലും അവർ തന്ന കർത്താവ് പറയുന്നത് നാം മുഖാന്തരം അവർക്കൊരു ഇടർച്ച ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞ് പത്രോസിനെ അയച്ച് മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എസ്തേറ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യവും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവിടെയും കർത്താവും ഒരു കോംപ്രമൈസിന് അവിടെ തയ്യാറാകാൻ നമ്മൾ കാണുന്നു. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആ ലഭിച്ച സ്ഥലത്ത്, ദാനമായി ലഭിച്ച സ്ഥലത്തല്ല, താൻ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് തന്നെ സാറയെ ഇവിടെ സംസ്കരിക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആ കാലങ്ങളിൽ മനുഷ്യന് പൂർണ്ണമായ പ്രത്യാശ ഒരിക്കലും ലഭിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഒരു വിശ്വാസിയുടെ ആത്മാവ് അത് ദൈവത്തിൻ്റെ അംശമാണെന്നും അതിന് ആത്യന്തിക നാശമുണ്ടാവുകയില്ല എന്നും പഴയ നിയമകാലത്തും അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭാഗികമായ അറിവുകൾ മാത്രമേ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് ലഭിച്ചിരുന്നുള്ളൂ. സഭാപ്രസംഗി 12:7 ദൈവിക ജ്ഞാനത്താൽ അന്ന് ശലോമോൻ പറഞ്ഞു, മനുഷ്യൻ മരിക്കുമ്പോൾ ജഡം മണ്ണിലേക്ക് പോകും, ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകും, അത് ഇല്ലാതെ പോകുകയില്ല. 42-ാം സങ്കീർത്തനകാരൻ പ്രത്യാശയോടെ പാടി, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്നാൽ ഈ ആത്മാവ് മരണാനന്തര അവസ്ഥ എന്താണെന്നുള്ളത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെയാണ് ലോകത്തിന് വ്യക്തമായി ലഭ്യമായത്. അതുകൊണ്ട് അതിനുശേഷമാണ് പ്രത്യാശയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യവർഗത്തിന് സാധിച്ചിട്ടുള്ളത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ധൈര്യപ്പെടുത്തിയതായി നമുക്ക് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ അശുദ്ധനാണ്, അവൻ ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ അറിയാതെ പോലും കല്ലറകളെ പോലും അത് സ്പർശിച്ചാൽ അവർ അശുദ്ധരാകും. അതുകൊണ്ടാണ് കല്ലറകളിൽ വെള്ളം പൂശിയിരുന്നു. കാരണം രാത്രി ഇരുട്ടത്ത് വന്നാലും അത് കണ്ടു മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കറിയാം, മൃതശരീരത്തെ ഒരു അശുദ്ധമായി നമ്മൾ കാണുന്നില്ല. നമ്മൾ ചുംബനം നൽകിയാണ് മൃതശരീരത്തെ അയക്കുന്നത്. ശുദ്ധീകരണ പ്രക്രിയയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വാസികളുടെ ശരീരം, മൃതശരീരം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ അനുഭവിച്ചിട്ടുള്ള ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ച വിശ്വാസികളെ നമ്മൾ ആദരപൂർവ്വം കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ആ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലത്ത് നമ്മൾ അവരെ സംസ്കരിക്കുകയും ആ സംസ്കരിച്ച സ്ഥലത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം ഒരു ദിവസം ഈ ശരീരം ഇവിടെ നിന്ന് പുനരുദ്ധാനം ചെയ്യാനുള്ളതാണ്. അബ്രാഹാമിനും അങ്ങനെ ദൈവികമായ പ്രത്യാശയുള്ളതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദേശം തനിക്കും തൻ്റെ തലമുറകൾക്കും ലഭിക്കുമെന്നും
ഉള്ള പ്രത്യാശയുള്ളത് കൊണ്ട് ആയിരിക്കും അദ്ദേഹം ആ വില കൊടുത്ത ആ സ്ഥലം വാങ്ങുകയും തൻ്റെ ആ ഗോത്രപിതാക്കന്മാരൊക്കെയും അതാ ഒരേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കപ്പെടുവാനുള്ള ഒരു മുഖാന്തരം അവിടെ ഉണ്ടാവുകയും ചെയ്തല്ലോ. മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിന് ശേഷം തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനം അവരെ അവിടെ കൊണ്ടുചെന്ന് ആ ഒരു വലിയ അനുഭവത്തിലേക്കാക്കിയ അല്ലെങ്കിൽ കൊണ്ടുപോയ അവരുടെ സഹോദരനായ അവരുടെ പിതാവായ ജോസഫിൻ്റെ അസ്ഥികളുമായി മടങ്ങി വരുന്ന നമ്മൾ പിന്നീട് വായിക്കും. ആ ഗോത്രപിതാക്കന്മാരെ എല്ലാം അവിടെ കൊന്നടങ്ങാനുള്ള ഒരു ക്രമീകരണം ഇസ്രായേൽ ജനം അവിടെ ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ആ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളും വാർദ്ധക്യമായി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായ ഓരോ വിശ്വാസികളും തങ്ങളുടെ പിതാക്കന്മാരോട് ചേരുന്നു. കാലസമ്പൂർണ്ണതയിൽ ദൈവത്തോട് ആ പിതാക്കന്മാരോട് നമ്മൾ അവിടെ ചേർക്കപ്പെടുകയാണ്. അപ്പോൾ അപ്രകാരം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്ന് നാം ജീവിക്കുന്നതായ സ്ഥലത്ത് ഏത് ജാതികളുമൊക്കെയായിട്ട് ഇടകലർന്നുള്ള ജീവിതമാണ് നമുക്കുള്ളത്. ആ മനുഷ്യരെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇഷ്ടമുള്ള സ്ഥലം നിനക്ക് ചോദിച്ചു വാങ്ങാം. അപ്പം അബ്രഹാം ചോദിച്ച സ്ഥലം തന്നെ അബ്രഹാമിന് കൊടുക്കുവാൻ ആ സമൂഹം അവിടെ തയ്യാറായി. കാരണം അവരുമായിട്ടുള്ള സ്നേഹബന്ധം അത്രമാത്രമായിരുന്നു. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ മറ്റുള്ളവരുമായി സമൂഹവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവാത്മാവ് നമ്മിൽ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അപഹസിക്കാനും മാറ്റി നിർത്താനുമുള്ള പ്രവണത നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ആ സ്നേഹമുഖാന്തരമാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്ഥിരമായി നമ്മിൽ വസിക്കുകയും ആ ആത്മാവിന് വിധേയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവും.